Hola amigos, ¿cómo están? ഗൈസ് ഇന്ന് പെരുന്നാളാണ്. അപ്പോൾ ഇന്നൊരു ഈദിൻ്റെ വ്ളോഗായിരിക്കും. ഗൈസ് നമ്മൾ രാവിലെ തന്നെ എടുക്കുക പോകണമെന്ന് വെച്ചാൽ കണ്ണും കാണില്ല. വന്നിട്ട് മൊത്തക്ക് ഇതടിച്ചിട്ട് രാവിലത്തെ നമ്മൾ പത്രം ഇടാൻ ഇറങ്ങിയതാണ്. അയ്യോ ഇതെവിടെ 4:30 തന്നെ എണീച്ച് ഇറങ്ങി. നേരത്തെ ഇറങ്ങിയാലേ നേരത്തെ തീർക്കാൻ പറ്റുള്ളൂ. നേരത്തെ തീർത്താലേ പള്ളി പോകാൻ പറ്റുള്ളൂ ഇക്കാര്യത്തിന്. യെസ്, അപ്പോൾ കുറേ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് കാര്യമില്ല, നേരം വെക്കും. പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. കൈ സൂക്ഷിച്ച് നോക്കിക്കോളി. ഇപ്പോൾ ഒരു സാധനമാണ് കത്തു ബോസ്. ഏയ് ഏയ് ഓയ് ഓയ് എവിടെ? അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെയാണ്. ആവശ്യമുള്ള നേരത്ത് ആരെങ്കിലുമൊക്കെ കാണിച്ചാൽ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണക്കുമ്പോൾ മിന്നൽ വരില്ല. അല്ലെങ്കിൽ ഓർത്തോണ്ടൊരു വര വന്ന് ഇങ്ങനെ നല്ല ലൈറ്റൊക്കെ അടിച്ചിട്ട് വരണം അതാ വന്നു. പക്ഷെ കാണില്ല. അങ്ങനെയാണ് നമ്മളൊരു സാധനം കാണിക്കാൻ നോക്കുമ്പോൾ റെഡി ആവില്ലല്ലോ. അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ പിന്നെ അത്ര ഇടട്ടെ. 7 മണിക്കാണ് നിസ്കാരം. അപ്പോൾ തന്നെ 5:30 കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ തന്നെ വണ്ടി പാനിട്ടാലാണ് നിസ്കാരത്തിന് എത്തുള്ളൂ. കുളിച്ച് മാറ്റി റെഡി ആകുമ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബെൽറ്റൊന്നും പോയി എടുക്കാണ്ട് ചങ്ങാതിൻ്റെ വരുന്നത്. ഇപ്പോഴത്തെ കഴിയുമ്പോൾ തന്നെ 7 മണിയാവും. അപ്പോൾ ഓക്കെ ബൈ. കുളിച്ച് മാറ്റി പിന്നെ റെഡിയായി. ചങ്ങാതിൻ്റെ അടുത്തൊന്ന് ബെൽറ്റ് വാങ്ങി റെഡിയായി. ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. സംഭവം ഞാൻ അവിടെ നിന്ന് എടുത്തപ്പോൾ ഭയങ്കര രസമുണ്ടായി കേട്ടോ. ഇവിടെ എത്തപ്പോൾ ഭയങ്കര നീളം. ഭയങ്കര നീളം പറഞ്ഞാൽ ഞാൻ മാക്സിമം വലക്ക് ഇത്ര നീളമായിട്ട് ഇത്ര നീളമുണ്ട്. അപ്പോൾ ഇൻഷേഡ് ചെയ്താൽ പക്ഷേ ഇതിക്ക് ഇൻഷേഡ് ചെയ്ത് മാക്ക് കിട്ടണമെങ്കിൽ തോന്നുന്നു. ഞാൻ കാണിച്ചു തരാം. എങ്ങനെയുണ്ടെന്ന് റേറ്റ് ചെയ്യാം. ഓക്കെ ബൈ. മഴയും പെയ്തു, അതാണ് വലിയ വിഷയം. നമ്മുടെ നിസ്കാരം ടർഫിലാണ് വെക്കൽ. ആൾക്കാർ കൂടിയതുകൊണ്ട് പള്ളിക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ ടർഫിലാണ് വെക്കൽ. പിന്നെ മഴ ഇല്ലാത്ത ദിവസം പുറത്ത് തന്നെ വെക്കൽ. ഇപ്രാവശ്യം പുറത്ത് വെച്ചപ്പോൾ മഴ പെയ്തു. ഇനി എന്താണാവും ഗൈസ്. ഇപ്രാവശ്യത്തെ പെരുന്നാൾ മഴ കൊണ്ടുപോയി. എൻ്റെ ബൈക്കൊക്കെ നനഞ്ഞു. ഇനിയിപ്പോൾ അയിമ എങ്ങനെ ഇത് വെക്കുക? ഇത് വെക്കുക നനിയില്ലേ? എങ്ങനെ ഞാൻ പോവുക? ഒരു കഥ. പള്ളിക്കൊക്കെ തന്നെ ആക്കി. അപ്പോൾ പള്ളിക്ക് പോകണം. ഇങ്ങനെ ആയാലും ചളി വിളിയാണ് കേൾക്കുന്ന. മഴ ആകെ ഇടങ്ങാറാക്കി. നമസ്കാരമൊക്കെ കഴിഞ്ഞു. പായസം, മണ്ടയ്ക്ക് പായസം, സേമിയ പായസം. ഇനിയിപ്പോഴത്തെ പരിപാടി ശരിക്കും പറഞ്ഞ ഒരു പരിപാടി ഇല്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ചങ്ങായിമാരെല്ലാവരും പാടി ഇങ്ങനെ വെറുതെ കൂടും. ഒരു ഫോട്ടോ എടുക്കാൻ പോകണം. അവിടെ കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞു. അവിടെ പോത്തി നടക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ കാണാൻ പോകണം. അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നാളെ അപ്പോ അത് ചെറുതാ. ഷെമീൽക്കിയ എവിടെ? കുഞ്ഞാണി അന്ന് ഔട്ട്ഫിറ്റ് റേറ്റ് പറഞ്ഞ ഔട്ട്ഫിറ്റ് റേറ്റ് ഇത് വാപ്പാൻ്റെ എടുത്ത് 600 രൂപ. മാഷാ അല്ലാ, അതായി. ഇതും ഒരു ഫോട്ടോ എടുക്കാൻ പോക്കെ. ഓണം അടിച്ചാ ഓ അയാളെ സാധനം. അങ്ങനെ കുറെ കറങ്ങി ഏതൊക്കെ അങ്ങാടി കൂടെ കറങ്ങി ഏതോ സ്ഥലത്തെത്തി. നമ്മള് ഊട്ടിയിലാണ്. കുഞ്ഞാണി കണ്ട വൈബ് ആസ്വദിക്കുന്നു. ഓ ചിരിക്കേ. ഓ തുണിയിലെ ഐസ്തെറ്റിക്. കുഞ്ഞാണി എവിടെ ഊട്ടിലെത്തി? വലാവുട്ടിന്റെ മെയിനാണത്. കഥ പറയാണെങ്കിൽ കുറെ ഉണ്ട്. ചുരുക്കി പറയാന്ന് അപ്പൊ ഒരു ഇതുണ്ടാക്കാറുണ്ട്. നമുക്ക് പിന്നെ പറയാം. കിട്ടിയല്ലോ എല്ലാരും പാടി പോവാണ് പറഞ്ഞു.
അപ്പോ എന്താ എവിടുക്കാ പോകേണ്ടി ചോദിച്ചു ഓന്റെ ഇപ്പ അല്ലേ അപ്പൊ പറഞ്ഞു മിനി ഊട്ടി മനാഊട്ടിക്കൊന്നും പോണ്ടാറോ മധുരമാ എന്നാ മധുരമേ മധുരോ ഉസാറാ മധുരോ അങ്ങനെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. ഇനി എവിടേക്ക് പോകുന്നു. ചെറിയൊരു ഉറക്കത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടാണ്. പ്രാവശ്യം മനാഊട്ടി പോവാണ്. പ്രവാസിന്റെ ഇതില്ല പിന്നെ അല്ല വിടുക്കണം സാധനം കണ്ട പോട്ടെ പോട്ടെ ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ തിരുവോണമല കയറാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നല്ല മഴക്കാറുണ്ട് സംഭവം. ഇപ്രാവശ്യത്തെ പെരുന്നാൾ കുറച്ചുകൂടി മുതലായത്. കയ്യെല്ലാം എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരും. രാവിലെ നീച്ചാൽ പള്ളിയിൽ പോവുക, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു പായസം കുടിച്ച് പിന്നെ ഒരു പിക്ക് അടിച്ചാൽ പിന്നെ നേരെ കിടന്നുറങ്ങാം. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ഉമ്മാൻ്റെ കൂടെ പോവാം. കുജ്ജാണ്. ഓ ഇതൊക്കെ മരം. അയ്യോ ഇപ്പോൾ വിടിനു ഗൈസ്. Look at that boot. Look at that beauty. Look at that beauty. എടാ നമ്മൾ ഇത്രയും കാലം ഉണ്ടായിട്ട് ഇവിടെ നമ്മളിവിടെ അത്രയും എടുത്താണ്. ഇങ്ങോട്ട് ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ സത്യം. യാതാ വൈബ് അറിയോ, ഒരു ഒച്ചപ്പാടില്ല. ആകെ കിളികളുടെ കളകളാരവം അതുപോലെ ഓരോ ജീവികളുടെ ഒച്ചപ്പാട്. പാമ്പായിട്ടുണ്ടാവും. പാമ്പിൻ്റെ കൂടി ഉണ്ടെങ്കിൽ നൈസായി ഉഷാറായി. ഇത് നോക്കി. ആ പ്രശ്നം എന്താ വെച്ചാൽ രാത്രി ആവാനായി. മയക്കാറും പെട്ടു. കുഞ്ഞാൻ ടീം അവിടെ എത്തിക്കണു. ഏത് വൈബിലാ ഭയങ്കര ചൂടാ. അവിടെ നല്ല കാറ്റുണ്ടാവും. ഏതാണ് ഈ വൈബ്? അതൊക്കെ പട്ടി കിതക്കണ പോലെ കിതക്കണതാ മോനെ. അത് ഒരു കിലോമീറ്റർ ആയിട്ടുണ്ട് തോന്നണോ, അറിയില്ല. ഇറച്ചിയോ ഇതിൻ്റെ പേര് അല്ല വെറുംചോറും കുമ്പളങ്ങക്കറിയും ബീഫ് പറ്റിയത്, പപ്പടും പയറും അച്ചാറും. ഇങ്ങനത്താ അത് ഇന്നലെ മേടിച്ച് വെച്ചു ബീഫ് പറ്റി ഉണ്ടാക്കാൻ. അതൊരു കിണ്ണം കോമ്പിനേഷനാ. എന്താ ഷെബീലത് കേക്കൂടെ? ആ അതൊക്കെ നമ്മളെ കുഞ്ഞാണി 100-110 മല വരുന്നത്. കുഞ്ഞാണി അല്ല പവറിൽ പാട്ടിട്ടു നീ. ബാ കണ്ടാ എന്താ ഇത്? ഇതുവരെ ഒന്നാണ് ഇപ്പൊ മേലെ പോകാതെ വരാ. എടാ ചെങ്ങാ ഇതൊക്കെ കഴിഞ്ഞാൽ മേലെ സുഖമായിട്ട് കാറ്റോണ്ടിരിക്ക. അങ്ങനെ എന്താ ഇത്? ഇവിടെ ചാടിച്ചില്ല. മാപ്പ് ഇട്ട് കൊടുക്ക. കഴിഞ്ഞടാ എത്തനായി. ഇത് ചടപ്പടായി. ഫോൺ ചൂടായ അപ്പൊ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആവും. നീ കാണൂലൊന്നും. അമ്പലത്തിലെ പാതിരാറല്ല എൻ്റെ വരെ അങ്ങനെ ടോപ്പിലെത്തി. ഓ രസം കിട്ടാ ലൈറ്റിൻ്റെ. എടാ മോനെ അയക്കണ്ടാ. എയർപോർട്ട് കരിപ്പൂർ എയർപോർട്ട് റൺവേതാ കേക്കണ്ടില്ലേ? ആ ഒന്ന് പൊന്തിച്ചാ പറഞ്ഞ പിന്നെ ഞാൻ വിളിച്ചു പറഞ്ഞ ഒരു വിമാനപ്പോ ഒന്ന് പൊന്തിച്ചാന്. ഇവിടെ എന്ത് വൈബ് പക്ഷെ ഒന്നും കാണില്ല. ഇറ്റോണ്ട് നമുക്ക് കണ്ട് നിങ്ങൾക്കൊന്നും കാണൂല. നമ്മളിത് കൂടെ വരണ്ടേ? രാത്രി വന്നിക്കാണ്. ഇവിടെ ആരും ഉണ്ടാകുന്നാവോ മേല? അതാ വൈബ്. ഇതിലെന്താ ഇതെന്താ ഇങ്ങനെ ആക്കിന്നാവോ? വിഗ്രഹം എടുത്തേക്കോ ആരിക്കണോ? ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലാണ്ട് കൂടുതലൊന്നും പറയണ്ട. പക്ഷെ ഇത് വൈബിലാണ്. വ്യൂ. നമ്മൾ അങ്ങനെ മുകളിലോട്ട് എത്തി. ഇങ്ങോട്ട് നമ്മളങ്ങനെ മുകളിലോട്ട് വയത്ത് കുളിച്ചു.
നല്ല കാറ്റ് കുറച്ച് അടിയൊക്കെ ഇറങ്ങി നോക്കുക. മഴ പെയ്യണ്ടേ സൂപ്പറായി കുറച്ച് പേടിക്കാണ് കൊക്കിക്ക് അങ്ങോട്ടാണ് പോയിക്കോളൂ. പിന്നെ കുട്ടേട്ടാ മഴ ഇതൊക്കെ പണിയാവും. ഫോൺ തന്നെ എല്ലാം തന്നെ ഇതിന്റെ മേളെന്നാണ് പൂക്കി സാധനം കളിച്ചോ ചത്ത് ചത്ത് പോണ ആൾക്കാരൊക്കെ കണ്ടുകൂടൂ. ഇതാകെ 100 ആൾക്കാരെ കാണുള്ളൂ. അത് ഗൈസ് നമ്മൾ മലന്റെ ടോപ്പിലെത്തി കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നാലും അവിടെ അങ്ങാടി എത്തും. അതെ ഇല്ലെങ്കിൽ വള്ളിക്കാട്ടിലെത്തും. പെരുന്നാളിന്റെ അന്ന് തന്നെ മഞ്ചത്തായി നല്ല ദിവസമാണ്. അവിടെ സ്വർഗത്തിന്റെ ഭയങ്കര രസമുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ചേരം ഇരുന്നതിന് ശേഷം നമ്മൾ പോവുകയാണ് ബാക്ക് ടു ഹോം. പക്ഷെ അമ്പലത്തിന്റെ മുന്നിലൂടെയാണ് പോകുന്നത്. ഇവിടെ പ്രേതം ഉണ്ടാവും. കുഞ്ഞാടെ പ്രേതം ഉണ്ടിട്ടാ അവിടെ ശരിക്കില്ല. ഹൊറർ ഫീലിംഗ്. ഇതിന്റെ ഉള്ളിൽ നോക്കി ആരാന്ന് ഉണ്ടാവുക ഒരു വിഗ്രഹം ചെപ്പം ഉണ്ടാവില്ല. നാഗികന്യക്ക് അങ്ങനെ ആർക്കില്ലേ? രണ്ടാൾക്കാരുണ്ട്. ദോല് പോലും അവര് ഭയങ്കര ടീമല്ലേ. മല കയറാൻ വേണ്ടി ജോർദാന്റെ ഷൂ ഇട്ടിക്കാണ് വന്നാണ്. അടിക്ക് വെട്ടെന്നെത്താ ശില്പായതാണോ? ഒരു ഫോട്ടോ എടുത്തില്ല മലന്റെ കല്ല് അടുത്ത മണ്ടാവോ. കർണാടകത്തെ ഏതോ ഇതിട്ട് പറയണ തിരുവോണമലത്തെ ഹിസ്റ്ററിയാണ് ഇത്. ചിലപ്പോ അതിന് ബ്രാഞ്ച് ചിലപ്പോ പണ്ട് ആൾക്കാർ ഇവിടെ തുടങ്ങിയത് കേട്ടോ. ഏയ് ഹായ് ഹായ്. അങ്ങനെ നമ്മള് ശേതല്ല എന്താടാ മറ്റേ അല്ലർജുനായിട്ട് ഇത് അല്ലേ അങ്ങനെ ഡയലോഗ് ഇടാ. ആ ശാന്തി അതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്നുണ്ട് കുയ്യുണ്ട്. വിജയ് ഇപ്പൊ പരാജയമായിരുന്നു. അങ്ങനെ ഗൈസ് നമ്മള് മല കയറി കുറച്ചേരം ഇരുന്ന് ഇറങ്ങി വന്നു. കറക്റ്റ് ടൈമിൽ നല്ല മഴ പെയ്തു. ആകെ മുഞ്ചിപ്പോയി. മയത്തെ വിട്ടാലോ? അതന്നെ അങ്ങനെ നമ്മൾ ചായ കുടിച്ചാൻ ഇറങ്ങിയിരിക്കുകയാണ്. ചായ കുടിച്ചാൽ അവിടെ നിർത്തി. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല രസമുണ്ട്. കുണ്ടി പൊളിഞ്ഞു. അമ്മ റോഡ്